കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? ഭാര്യയുടെ അനിയത്തിയെ സ്നേഹിച്ചിട്ട് കുട്ടിക്കാലം മുതൽ 16 വയസ്സ് മുതൽ അവളെ സ്നേഹിച്ചിട്ട് അവളെ ചതിച്ച് കെട്ടിത്തൂക്കി കൊന്ന ഒരു വാർത്ത. വളരെ 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 നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടി, ആ സ്ത്രീ അവനെ എത്രമാത്രം സ്നേഹിച്ചിട്ടായിരിക്കും അവൻ ചാകാൻ വിളിച്ചപ്പോൾ കൂടെ പോയി. ഇതെന്തൊരു ലോകമാണ്! കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഒരു ആത്മാർത്ഥതയും, യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക, പ്രതിബദ്ധതയും കടപ്പാടും ഒന്നും ഒരു മനുഷ്യനോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ ലോകം പോകുന്നത്. അല്ല, ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ നാട്ടിലെ നിയമം തൂക്കിക്കൊന്നു കളഞ്ഞേക്കണം. എന്തൊരു ബുദ്ധി ഇതൊക്കെ! ചിന്തിച്ചു നോക്കി, ഇതൊക്കെ സിനിമാക്കാരുടെ കയ്യിൽ പോലും എത്തി. സിനിമാക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ പല തലത്തിലും സാധാരണക്കാർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറേ പിന്നെ 10 മടങ്ങ് ഉയർത്തി ചിന്തിച്ചിട്ടായിരിക്കും ഒരു കഥ, ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു കഥ കൊണ്ടുവന്ന് അത് സിനിമയാക്കി മാറ്റുന്നത്. സത്യമല്ലേ? ആ സിനിമാക്കാർക്ക് പോലും കിട്ടാത്ത ഐഡിയകളൊക്കെയാണ് ഇങ്ങനെയുള്ള തെണ്ടികൾ ചെയ്തു വെക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അവളെ വിളിച്ചോണ്ട് വന്നിട്ട് രണ്ടുപേർക്കും കൂടെ മരിക്കാമെന്ന് പറഞ്ഞ് വന്നേച്ചും ഇവൻ, അവള് തൂങ്ങിക്കഴിഞ്ഞപ്പോൾ കയറെടുത്ത് കുടുക്കിട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ ആ സ്റ്റൂൾ തട്ടി മാറ്റി എന്നുള്ളതാണ്. എന്തൊരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വളരെ വളരെ ക്രൂരതയുടെ ഏറ്റവും അങ്ങേറ്റത്തെ വെർഷനാണെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പല കഥകളും പല കാര്യങ്ങളും പല ക്രൈമുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പുതിയ പുതിയ രീതികളൊക്കെയാണ് ഈ കണ്ടും കേട്ടുമൊക്കെ വരുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യനോട്? ആ സ്ത്രീയോട് അവന് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ പോരെ അവരോട്, അല്ലേ? ഇതിന് കൊല്ലാനായിട്ടൊക്കെ, അതും വിളിച്ചു വരുത്തി ചതിച്ച് കൊല്ലിയാണ്. എനിക്ക് തോന്നുന്നു ചതിയൻ ചന്തു പോലും ഇത്രയും വലിയ ചതി കാണിച്ചിട്ടുണ്ടാവില്ല. ആ സ്ത്രീ മരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം ഒരുപക്ഷെ ആ മരണവേദന ആയിരിക്കത്തില്ല, ആ കൂടെ നിന്നവൻ ചതിച്ചു എന്നുള്ള വേദനയായിരിക്കും അവർക്കുണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ നിയമം ശക്തമല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിയമം, ഇത്തരം ആളുകളെയൊക്കെ നിയമത്തിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും തട്ടിക്കളഞ്ഞേക്കണം, അല്ലേ? വെച്ചോണ്ടിരിക്കരുത്. ഇവനൊക്കെ നമ്മൾ ഈ വേതനം മേടിക്കാനായിട്ട്, ഈ 550 രൂപ 600 രൂപ വേതനം മേടിക്കാനായിട്ട് ഇവനെയൊന്നും തീറ്റി പോറ്റരുത്. നമ്മളുടെ കാശെടുത്താണ്, അല്ലാതെ ഈ രാഷ്ട്രീയക്കാരുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും പൈസ എടുത്തൊന്നുമല്ല ഈ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത്. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോയിട്ട് അടക്കുന്ന നികുതിയിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങനെയുള്ളവന്മാരെ തീറ്റിപ്പോരുന്നത്. അവനവിടെ പോയി സുഭിക്ഷമായിട്ട് പിന്നെ ജീവിച്ച് 550 രൂപ 600 രൂപ വേതനവും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ ഇടക്കിടക്ക് പരോളിൽ ഇറങ്ങി വീട്ടിൽ പോയി ഭാര്യയൊക്കെ കണ്ട് സുഖമായിട്ട് അവൻ്റെ ജീവിതം 10-12 കൊല്ലം കഴിയുമ്പോഴേക്കും തിരിച്ചവൻ നാട്ടി വരും. പിന്നെ ഇന്ന് ക്രൈം ചെയ്യുന്നത് ചീത്തപ്പേരായിട്ട്, ഇന്ന് ക്രൈം ചെയ്യുന്നത് ചീത്തപ്പേരല്ല, ഇന്ന് ക്രൈം ചെയ്യുന്നത് വൈറലാണ്, ഫേമസ് ആണ്. മനസ്സിലായി? അവനെ പൊക്കിക്കൊണ്ട് നടക്കാൻ, ക്രൈം ചെയ്യുന്നവരാണോ അവനെ പൊക്കിക്കൊണ്ട് നടക്കാനാണ് മീഡിയക്കാർക്കും ജനങ്ങൾക്കും താല്പര്യം. മുൻപെന്നൊക്കെ പറഞ്ഞാൽ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ പൂർണ്ണമായും കുറ്റവാളികളായിട്ട് സമൂഹം അംഗീകരിച്ച് പിന്നെ അവനെ എന്നേക്കുമായിട്ട് അവനൊരു കുറ്റക്കാരനാക്കി മാറ്റിയാണ്. പിന്നെ അവന് യാതൊരു വിധത്തിലുള്ള ഒരു തൊഴിൽ മേഖലയിൽ പോലും